Hello students, in this video we will discuss about Sarah Joseph's short story Hagar, a story of woman and water. Sarah Joseph എന്ന് പറയുന്നത് she is from Kerala and we know she is a leading feminist writer in Malayalam. She is also the founder of Manushi, which is an organization for women thinkers. We can see that she was a professor of Malayalam at Sanskrit College, Pattambi, and she is a well-known social worker. അവരുടെ ഒരു ലിറ്റററി ഏർലി കരിയർ തുടങ്ങിയത് പോയറ്റായിട്ടാണ്. പക്ഷെങ്കിൽ അതിനുശേഷം കുറേയധികം ഫിക്ഷണൽ ഔട്ട്പുട്ട്, അതായത് കുറേ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ഓൾസോ നോവൽസ് അവർ എഴുതി. അങ്ങനെയാണ് അവർക്ക് പിന്നീട് പ്രശസ്തി ലഭിച്ചത്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറഞ്ഞാൽ പാപതര, കാടിന് സംഗീതം, നന്മ തിന്മകളുടെ വൃക്ഷം, ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ആലാഹായുടെ പെൺമക്കൾ, മട്ടാത്തി, ഒതപ്പ് ആൻഡ് ദ നോവൽ ആദി. And we can see that this short story is taken from Gift in Green, that is the translation of the Malayalam title Adi. സാറ ജോസഫിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വയലാർ അവാർഡ് ഫോർ ആലാഹയുടെ പെൺമക്കൾ. പിന്നീട് അവർക്ക് മുട്ടത്ത് വർക്കി അവാർഡ്, പത്മപ്രഭ ലിറ്റററി അവാർഡ് എന്ന് പറയുന്ന കുറേ പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. The short story which we have to discuss is Hagar, and it is taken from Gift in Green, and this particular section is the chapter 2 of her novel. And we can see that Gift in Green, the novel has the theme for water, വെള്ളം എന്ന് പറയുന്ന ഒരു തീമാണ് അവർ എടുത്തിരിക്കുന്നത്. ആൻഡ് ഷീ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ ഗീവർ ആൻഡ് പ്രിസർവർ ഓഫ് ലൈഫ്. നമ്മളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വെള്ളം. അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലാണ്, ആ ഒരു എൻവയോൺമെൻ്റൽ തീമിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ 2 എന്ന് പറയുന്നതിനകത്ത് കുറച്ചൊരു ഭാഗമാണ് ഈ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന എന്തെന്ന് വെച്ചാൽ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി ടെല്ലർ, ഒരു കഥ പറയുന്ന ഒരു വ്യക്തി, ഒരു റിച്വൽ സ്റ്റോറി ടെല്ലർ ഈ ഒരു ആദി എന്ന് പറയുന്ന വില്ലേജ് കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു സ്റ്റോറി ടെല്ലേഴ്സ് യൂഷ്വലി നറേറ്റ് സം സ്റ്റോറി ഫ്രം ദ പാസ്റ്റ്. ആൻഡ് ദിസ് സ്റ്റോറി ടെല്ലർ particularly takes the story of Hagar and Ishmael and how they miraculously survive in a hostile desert where Abraham had abandoned them. What happens is that ഇതൊരു ക്രിസ്ത്യൻ ഒരു അണ്ടർടോൺ ഉള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് ദിസ് Hagar is a biblical character from the Old Testament, and she was the handmaid of Sarah. Sarah was the wife of Abraham, and we can see that Abraham was the Jewish patriarch, but unfortunately അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ദൈവം പ്രോമിസ് ചെയ്തു, you would raise nations, but not from his wife Sarah, because Sarah was barren. സാറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ Abraham approaches the maid Hagar and considers her as the second wife. And what happens is that ഇഷ്മായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അവർക്ക് ജനിക്കുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാവുന്ന കാര്യമാണ്, സാറ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അഫ്കോഴ്സ് ഫസ്റ്റ് വൈഫും സെക്കൻഡ് വൈഫും തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടാവുന്ന സമയത്ത് Abraham decides that he should abandon his own firstborn son Ishmael and also the maid, വേലക്കാരിയായിരിക്കുന്ന ഹാഗറിനെ, അതുപോലെ തന്നെ ഈ ഒരു മകനെ ഉപേക്ഷിക്കണം. ബിക്കോസ് സാറയിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു. അതുകൊണ്ട് തന്നെ what happens is that he takes them and he abandons in, അവരെ ഉപേക്ഷിക്കുകയാണ്. ഒരു ഡെസേർട്ടിൽ, ഒരു ചൂട് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ അവരെ ഉപേക്ഷിച്ചിട്ട് എബ്രഹാം നടന്നു നീങ്ങുന്നതാണ് ഈ സ്റ്റോറിയുടെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. So we can see that in this story it is very much relatively important to consider the element of water. വെള്ളത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വൈ? ബിക്കോസ് ഈ ഒരു ഡെസേർട്ടിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ, ഒരു ഡെസേർട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായ കാര്യം എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളമില്ലാതെ വി കാനോട്ട് സർവൈവ് ഇൻ ഡെസേർട്ട്. സോ ഷീ ഈസ് വിത്ത് എ വെരി ലിറ്റിൽ ബേബി, ഒരു കുഞ്ഞിനെ കൊണ്ട് വളരെ പൊടിയായിട്ടുള്ളൊരു കൊച്ചാണ്. ഇറ്റ് ഡസൻറ്റ് നോ വെയർ ഹീസ് ഓർ ലൈക്ക് എവിടെയാണ്, എന്താണ് എന്നുള്ളൊരു അവസ്ഥയൊന്നും അറിയത്തില്ല. ഓൾ ഹി നീഡ്സ് ഈസ് സം മിൽക്ക് ആൻഡ് ഹി നീഡ്സ് ഇറ്റ് ടു ലീവ്. ജീവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വേണം. പക്ഷേ എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹാഗർ ഡീഹൈഡ്രേറ്റ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഷീ കനോട്ട് പ്രൊഡ്യൂസ് എനി മിൽക്ക്, ആൻഡ് ദിസ് ചൈൽഡ് ഇഷ്മായേൽ ക്രൈസ് ഔട്ട്.
ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ സീ ദാറ്റ് ഇസ്മായിൽ ഓൾമോസ്റ്റ് ഡൈസ്, ബട്ട് ഹി സ്റ്റിൽ ലീവ്സ്. And we can see the divine intervention of God through the form of bird inside this short story. And ഒരു വളരെ കുഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ്. We can proceed into the detailing of this story. So first we can see that the first line itself begins in page number 127 as Hagar, the mother of Ishmael. So Hagar is the mother of Ishmael and she is the second wife of Abraham. And we can say that day വാട്ട് ഹാപ്പൻഡ് വാസ്, ഒരു ഹസ്ബൻഡ് എബ്രാം വന്നിട്ട് ഈ ഒരു ഹാഗറോട് പറയാണ്, കുറച്ച് ബ്രെഡ്, കുറച്ച് ഡേറ്റ്സ്, ഒരു കുപ്പി നിറയെ വെള്ളം എന്ന് പറയുന്ന പോലെ അവരൊരു ഗോഡ് സ്കിൻ ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്, ഒരു ബോട്ടിൽ ഒരു ഗോഡ് സ്കിൻ ഓഫ് വാട്ടർ നീ എടുക്കുക. ആൻഡ് യു ഹാവ് ടു ടേക്ക് യുവർ സൺ ഓൾസോ. യു ഫോളോ മീ, എബ്രഹാം സേസ് ഹെർ, ആസ്ക് ഹെർ ടു ഫോളോ ഹിം ആൻഡ് ഓൾസോ ടു ടേക്ക് യുവർ സൺ. യുവർ സൺ എന്നാണ് ഇവിടെ പറയുന്നത്, മനസ്സിലാവണം. അവർ സൺ എന്നല്ല പറയുന്നത്, യുവർ സൺ എന്നാണ് ഇപ്പോഴേ എബ്രഹാം ടെൽസ്, ബിക്കോസ് ഹീ ഈസ് ഗോയിങ് ടു അബാൻഡൻ ദ മദർ ആൻഡ് ദി ചൈൽഡ് ഇൻ എ ഡെസേർട്ട് ഏരിയ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇദ്ദേഹം കുറേ ദൂരം ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. മൗണ്ടൻസ് കഴിയുന്നു, ലാൻഡ്സ്കേപ്പ് എല്ലാം കഴിയുന്നു. ലാൻഡ്സ്കേപ്പിൻ്റെ സ്ഥലത്ത് ഈ ക്യാക്ടസ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നതാണ് ഡെസേർട്ടിന് അവിടെയുള്ള ക്യാക്ടസ് പോലത്തെ ചെടികളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഒരു സാൻഡ് സ്റ്റോം വരുന്നു. സാൻഡ് സ്റ്റോം വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ മണൽ പോലത്തെ ആ ഒരു സാൻഡ്, തരിതരിയായിട്ടുള്ള സാൻഡ് നമ്മളുടെ മുഖത്തും നമ്മളുടെ ദേഹത്തും മൊത്തം ഇങ്ങനെ സാൻഡ് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളുടെ മുഖത്തും എല്ലായിടത്തും നമ്മളുടെ ആകും. ആ ഒരു സമയത്ത് അങ്ങനത്തെ സാൻഡ് സ്റ്റോം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് പോലും എന്താണ്, ഈ ഒരു ഹാഗാർ, ഇഷ്മായേൽ ആൻഡ് എബ്രഹാം കണ്ടിന്യൂസ് വാക്കിംഗ്. ആൻഡ് അറ്റ് എ പോയിന്റ് വി ക്യാൻ സീ ദാറ്റ് എബ്രഹാം ലീവ്സ് his wife and son to bear the desert and bear the heat of the desert, and he turns and begins to walk away. അദ്ദേഹം ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ആ ഹാഗർ വലിയ വിഷമത്തിൽ പാനിക്കായിട്ട് ചോദിക്കുകയാണ്, വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ്, ആർ യു ലീവിങ് മീ ഹിയർ ഫോർ എവർ, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ഹാഗറിന് മറുപടി ലഭിക്കുന്നില്ല. ഇഷ്മായേൽ കയ്യിലുണ്ട്, എബ്രഹാം ഒന്നും സംസാരിക്കാതെ തിരിച്ചു പോവുകയാണ്. അഗെയിൻ ഷീ ആസ്ക്, വൈ ഡു യു അബാൻഡൻ യുവർ ചൈൽഡ് ആൻഡ് മീ ഇൻ ദിസ് ടെറിബിൾ ലോൺലി വൈൽഡ്നസ്. അതായത് അവിടെ ആ സ്ഥലത്തെങ്ങും ആരുമില്ല, ഒരു സഹായത്തിന് ചോദിക്കാൻ ആരുമില്ല, ഡെസേർട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരും അവിടെ ഇല്ല, ലോൺലി ആയിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കൊണ്ട് ഉപേക്ഷിച്ചേക്കുന്നത്. വാട്ട് റോങ് ഐ ഹാവ് ഡൺ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്നോട് അത് പറയൂ എന്ന് ഉറക്കെ ഹാഗർ നിലവിളിച്ച് സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു അബ്രഹാം ദൂരെ പോകുന്ന സമയത്ത് ഈ വോയിസ് കൂട്ടിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹാഗർ ഉറക്കം നിലവിളിച്ചിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. അതൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ആ ഒരു അവസ്ഥ, ആ ഒരു വാട്ട് ഈസ് ദ ഫീലിംഗ് ഓഫ് എബ്രഹാം വെൻ ഹി ഡെസേർട്ട്. സംതിങ് ഈസ് ലൈക്ക് ദാറ്റ്. ഐ ഹാവ് സീൻ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. കമന്റ് ഓൺ ദ ഇൻഡിഫറൻസ് ഓഫ് എബ്രഹാം ആസ്കിങ് അബാൻഡൻസ് ഹാഗർ ആൻഡ് ഇഷ്മായേൽ. അതായത് ഇത്രയും നിലവിളിച്ച് സംസാരിച്ചിട്ട് പോലും അത് ഒരു ഇൻഡിഫറൻസ് ആയിട്ടാണ്, അതായത് ഒരു പെരുമാറ്റത്തിലൊരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ഹീ ഗോസ് അവേ. ആൻഡ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എബ്രഹാം ഒരു റെഡ് റോബാണ് ഇട്ടിരുന്നത്. നമുക്കറിയാമല്ലോ ഈ ഓൾഡ് ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഉടുപ്പ് പോലത്തെ ഒരു സാധനമാണ്, റോബ് പോലത്തെ. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടിട്ട് റെഡാണ് മെയിനായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡെസേർട്ട് ഇങ്ങനെ വിൻഡ് അടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉടുപ്പ് ഇങ്ങനെ അനങ്ങുന്നതായി ഇവർക്ക് കാണത്തുള്ളൂ. കൂടുതലൊന്നും കാണത്തില്ല. ഡെസേർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഓഫ് ദ ഹീറ്റ്. ആൻഡ് ഷീ എഗെയിൻ സേസ്, അവന് പറയാണ്, എൻ്റെ കയ്യിലൊരു ശകലം കുറച്ച് ഡേറ്റ്സും കുറച്ച് പകുതി നിറഞ്ഞ കുപ്പിയും മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. സൂര്യൻ എൻ്റെ മുകളിൽ തീ തുപ്പുന്നു എന്നാണ് പറയുന്നത്. തീ തുപ്പുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മുകളിലും എൻ്റെ മുകളിലും തീ തുപ്പുക. അത്രയും ചൂടാണ്, സഹിക്കും വയ്യാത്ത ചൂടാണ് ഹാഗറിനും കുഞ്ഞിനും. ആ ഒരു സമയത്ത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ വിടുന്നത്, എന്നെ ഇങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹാഗർ ഒരുപാട് ഉറക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. യു ആർ വാക്കിംഗ് അവേ ഫ്രം മീ ആൻഡ് വോണ്ട് ടു ടെൽ മീ ഹൗ ഐ ആം ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫസ്റ്റ് ബോൺ. നിങ്ങൾക്ക് ആദ്യമുണ്ടായ മകനാണിത്, അവനെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ബിയോണ്ട് ദ മൗണ്ടൻ കഴിഞ്ഞ സമയത്ത്, അതായത് നമ്മൾ കണ്ടു ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു മൗണ്ടനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ അവിടെ കൊണ്ടുപേക്ഷിക്കുന്നത്. അപ്പം തിരിച്ച് പോവുകയാണ്. ഹാഗറിനെ ഉപേക്ഷിച്ച് എബ്രഹാം നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ ആ ഒരു മൗണ്ടൻ വന്ന വഴിയായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു മൗണ്ടൻ എത്തി കഴിയുമ്പോഴത്തേക്ക് ഹാഗർ ഉറക്കം വിളിച്ച് പറയാണ്, ദൈവമാണ്
ഈ ഒരു ഹാഗറിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഇവർ നേരെ തിരിച്ചു ചോദിക്കുകയാണ്, ദൈവമാണോ എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് എബ്രഹാം തിരിച്ചു ഉറക്കം സംസാരിക്കുന്നുണ്ട്, യെസ്, ദിസ് ഇസ് ദ വിൽ ഓഫ് ദ ഗോഡ്. അതെ, ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. അല്ലെങ്കിൽ വിൽ മീൻസ് വിൽ, വാട്ട് ഇസ് ദ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് വിൽ? ആഗ്രഹമാണ്, ഓർഡർ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹാഗർ ഈസ് വെരി ഷോക്ക്ഡ്. ആൻഡ് ഹാഗർ പറയുന്നുണ്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ ഹാഗർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അതിനൊന്നും മറുപടി എബ്രഹാം കൊടുക്കുന്നില്ല. ഹാഗർ ആൻഡ് ഹർ സൺ ഇഷ്മായേൽ ഈസ് ലെഫ്റ്റ് എലോൺ ഇൻ ദ ഡെസേർട്ട്. അവിടെ ആരുമില്ല, ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഈ ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് ഇവളെന്ത് ചെയ്യുന്നു, സാൻഡ് സ്റ്റോം വരുന്നുണ്ട്. സാൻഡ് സ്റ്റോം വരുന്ന സമയത്ത് ഈ അധികമായി മണലും ഒക്കെ ഇങ്ങനെ, മണലെന്നല്ലേ പറയാം, മണലൊക്കെ ഇങ്ങനെ ഒരുപാട് അടിക്കുന്ന സമയത്ത് ഇവക്ക് കൊച്ചിനെ കൊണ്ട് നെഞ്ചു വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഷീ കനോട്ട് പ്രൊട്ടക്ട് ഹർ ബേബി, ബിക്കോസ് കൊച്ചിന് അത് ഹാംഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബോ ചെയ്ത് ഒന്ന് കുനിഞ്ഞിട്ട് മുട്ടുകുത്തി ആ കൊച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ കുഞ്ഞിനെ അതിനകത്തോട്ട്, കൈയുടെ അകത്തോട്ട് വെച്ചിട്ട് കൊച്ചിനൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് ഷീ hid herself from the heavy sandstorm and she sank to the ground. കുനിഞ്ഞ് ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞ് ഇവർ പെതുക്കെ എന്താണ്, ഈ ഒരു സാൻഡ്സ്റ്റോം നീങ്ങിയ സമയത്ത് കൊച്ചു കടന്ന് കരയാൻ തുടങ്ങി. കാരണം ഭയങ്കരമായിട്ട് അമ്മയുടെ മുഖം കണ്ട് അദ്ദേഹം പേടിച്ചു പോയി. കാരണം സാൻഡൊക്കെ പൊതിഞ്ഞ് മണലിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു അമ്മയാണ് കണ്ടത്. സോ ഫുൾ ഇങ്ങനെ സാൻഡിലിങ്ങനെ കുളിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് കൊച്ചു കടന്ന് കരയിച്ചില്ലായിരുന്നു. പക്ഷേങ്കിൽ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഈസ് ദാറ്റ് അവർക്ക് കരയാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയും തുള്ളി പോലും വെള്ളം അവരുടെ ശരീരത്തിലില്ല. her breast milk have evaporated, her breast milk was dried up, and also we can see that അവളുടെ ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് അവളുടെ ബ്ലഡ് തിക്കൻ ആവാൻ തുടങ്ങി എന്നും പറയുന്നുണ്ട്. ആൻഡ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇവള് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇഷ്മായേലിന് വിശന്ന് ഇഷ്മായേൽ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് നിന്ന് കരയുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അമ്മയാണെങ്കിൽ സ്വന്തം ബ്രസ്റ്റ് മിൽക്ക് ഒരു തുള്ളിയെങ്കിലും കുഞ്ഞിന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഒരു തുള്ളി പോലും അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതില്ല. അതുകൊണ്ട് തന്നെ ഇഷ്മായേൽ കിടന്ന് ഭയങ്കര നിലവിളിച്ച് കരയുകയാണ്. ഇഷ്മായേൽ വാസ് വെരി ഹംഗ്രി ആൻഡ് ഹി വാസ് വെരി വീക്ക്, ബട്ട് നത്തിങ് ക്യാൻ ബി ഡൺ, ബിക്കോസ് അവിടെ അമ്മയ്ക്ക് വെള്ളം പ്രൊവൈഡ് ആയെങ്കിൽ മാത്രമേ കുഞ്ഞിന് അവിടെ വെള്ളം അതായത് പാല് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദ കണ്ടീഷൻ ഈസ് വെരി മച്ച് സാഡ് ഫോർ ബോത്ത് ഹാഗർ ആൻഡ് ഇഷ്മായേൽ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ദാറ്റ് ഇങ്ങനെ വെള്ളം കിട്ടാതെ കഴിഞ്ഞാൽ കൊച്ചു ഓൾറെഡി മരിക്കും, അതുപോലെ തന്നെ അവളും കുറച്ച് കഴിയുമ്പോൾ മരിക്കും എന്നുള്ളൊരു സ്ഥിതിയിൽ ആയി. ആ ഒരു സമയത്ത് വി ക്യാൻ സീ ദാറ്റ് രാത്രിയാവുന്ന സമയത്ത് കൊച്ച് എങ്ങനെയോ കിടന്ന് ഉറങ്ങുകയാണ്, കരഞ്ഞ് ഉറങ്ങി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രയോഗം പോലെ തന്നെയാണ്. ഹീ ഈസ് ക്രൈയിങ് ഹിംസെൽഫ് ടു സ്ലീപ്പ്. ആൻഡ് അവിടെ ഭയങ്കര തണുപ്പാണ് വരുന്നത്. അതായത് ഡെസേർട്ടിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും രാവിലെ മുതൽ രാത്രി വരെ. ആൻഡ് ടുവേർഡ്സ് ദ നൈറ്റ് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് വെരി കോൾഡ്. അപ്പം കോൾഡ് ആണെങ്കിലും ഹോട്ട് ആണെങ്കിലും സഹിക്കാൻ പറ്റത്തില്ല. കോൾഡ് കാരണം കൊച്ചു കിടന്ന് പല്ലൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിക്കുക ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവക്കൊരു പ്രൊട്ടക്ഷൻ പോലും ഇല്ല. പക്ഷേങ്കിൽ അവൾ പെട്ടെന്ന് ഒരു വീട് പോലെ ഒരു സാധനം കാണുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ മേളത്തെ ഭാഗം ഈസ് എംപ്റ്റി, ഇറ്റ് ഈസ് വാൾലെസ് ആണ്, വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. എങ്കിലും ഇവൾ അവിടെ പോയി ഇരിക്കുകയാണ്. ദെൻ ഷീ സോ ദാറ്റ് ദർ ഇസ് സോ മച്ച് ഓഫ് എന്താണ് കോൾഡ് ഇൻ ദ നൈറ്റ്, കോൾഡ്നെസ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ് എന്ന് ഇവൾ വിചാരിക്കുന്നുണ്ട്. ആൻഡ് അവളുടെ മകനെ തന്നെ നെഞ്ചോട് ചേർത്തിട്ട് അവൾ ഉറക്കുകയാണ്. ഒന്നും കൊച്ചിന് വരരുത് എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. പേജ് നമ്പർ 129 ഇങ്ങനെ കാണുന്നുണ്ട്. നത്തിങ് ക്യാൻ സ്വാലോ മൈ ബേബി, എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ആരും പിടിച്ചുകൊണ്ട് പോകരുത്, അല്ലെങ്കിൽ ആരും തട്ടിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇവർ നിൽക്കുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഇവള് ഇത്രയും വിഷമിച്ചിരുന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം അവൾ ഇറക്കുന്നില്ല. കാരണം ആ ഒരു തുള്ളി വെള്ളം ഇറക്കിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഷീ did not even moisten her lips with a drop of water on which she knew him the hope of her son's survival in the burning heat of the following day. Despite the hunger that tormented her, she did not touch even one of the remaining dates. ആ ഒരു അമ്മയുടെ ആ ഒരു സെൽഫ്ലെസ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ മകന് വേണ്ടി ആ ഒരു തുള്ളി വെള്ളമെങ്കിലും മകന് കിട്ടട്ടെ എന്ന് ആണ് അമ്മയുടെ വിചാരം. അല്ലാതെ ഒരിക്കലും അമ്മയ്ക്ക് ഒന്നും വേണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അമ്മയ്ക്ക്. ബാക്കിയുള്ള ഡേറ്റ്സും ഇതിവർ ടച്ച് ചെയ്യുന്നതേ ഇല്ല. ആൻഡ് രാത്രി കഴിഞ്ഞു,
കുറച്ചേ ഉള്ളായിരുന്ന സമയം രാത്രിയിൽ പിന്നെയും പകലാണ് നീണ്ടു കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെയും രാത്രി വരുന്നുണ്ട്. കൊച്ചിൻ്റെ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം നമുക്ക് വിഷമം തോന്നും. ഉറക്കെയൊന്നും കരയുന്നില്ല, കീ 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 എന്ന് മാത്രമേ കരയുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ബേർഡ് അല്ലെങ്കിൽ ഈ ചിക്കൻ കോഴിയുടെ ഒക്കെ ഈ കഴുത്തേൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്ന സമയത്ത് അവസാന നിമിഷം പോലെ ക്രൈ പോലെയാണ് എന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത്രയും കൊച്ചിന് ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാവുകയാണ്. ആൻഡ് ഇവളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് അതോ എൻ്റെ കുഞ്ഞായിരിക്കും ആദ്യം മരിക്കുന്നത് എന്നിങ്ങനെ ഇവൾ ആലോചിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടർ, ആ ഒരു കുപ്പിയിലെ ഏറ്റവും അവസാന തുള്ളി പോലും കൊച്ചിൻ്റെ ചെറിയ ഇങ്ങനെ നനച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ കുഞ്ഞാണോ ഞാനാണോ ആദ്യം മരിക്കുന്നത്. അപ്പോൾ ഇവൾ പറയാണ്, ഇവളാദ്യം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഹാഗർ തിങ്സ് ദാറ്റ് ഇഷ്മായിൽ ഡൈസ് ഫസ്റ്റ്. ഇഷ്മായിൽ ആദ്യം മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാൻഡിൽ ഈ ഒരു ഇത്രയും വിജനമായ സ്ഥലത്ത് ഒരു കുരു കുഴിച്ച് എൻ്റെ കൊച്ചിനെ അടക്കേണ്ടി വരുമല്ലോ, എന്ത് വേദനയായിരിക്കും എനിക്ക് എന്ന് ഇവൾ ആലോചിക്കുന്നുണ്ട്. അതേസമയത്ത് നേരെ തിരിച്ച് ഹാഗർ ആദ്യം മരിച്ചു കഴിഞ്ഞാൽ ഇഷ്മായിലിന് ആരുമില്ല. ഈ ഒരു ഹാഗറിൻ്റെ ബോഡി, ഡെഡ് ബോഡി വിൽ ബി ഫീഡ് ബൈ ദി വൾച്ചേഴ്സൊക്കെ ഇങ്ങനെ ഇവളെ ഇങ്ങനെ കൊത്തി തിന്നും എന്നുള്ളൊരു രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൊച്ച് എന്താണ്, ഹീ വിൽ ബി ക്രോളിങ് ഇൻ ദ ബേണിംഗ് സാൻഡ് ഇൻ സെർച്ച് ഓഫ് ഹർ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, അവനിങ്ങനെ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സാൻഡിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നടക്കേണ്ടി വരും അല്ലെങ്കിൽ അലയേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് രണ്ടും വളരെയധികം വേദന ഉളവാക്കുന്ന രണ്ട് ഐഡിയാസ് ആയിരുന്നു. അമ്മ മരിച്ചാലും മകൻ മരിച്ചാലും ഇറ്റ് ഈസ് അൺബെയറബിൾ. അപ്പം അങ്ങനെ പറ്റത്തില്ല, ഇവർക്ക് അങ്ങനെ സാധിക്കുകയില്ല, അത് നടക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് Hagar got up. The God of the one who disowned was also the God who disowned. She had to seek and find the wellspring of life. അപ്പോൾ അവിടെ ഒരു പേജ് നമ്പർ 130 വെൽസ്പ്രിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെൽസ്പ്രിങ് ഓഫ് ലൈഫ്, വെള്ളം എങ്ങനെയും ഇവർക്ക് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഹാഗർ നിൽക്കുന്നത്. ഹാഗർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. എങ്ങനെ ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻഡ് വാസ്, so we can see that towards the afternoon Ishmael becomes unusually still and he lies there motionless and numb. ഒരു അനക്കോ ഇല്ലാതെ ഇഷ്മായിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഹാഗർ കൺഫേംസ് ദാറ്റ് her son is dead and she keeps him on the sand. and അപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി പോലെ അവൾക്ക് എവിടുന്നോ ആരോ അവളെ ഇങ്ങനെ വിളിക്കുന്നു. അവളെ ആരോ വിളിക്കുന്ന സമയത്ത് ഹൂ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ അലയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് കാണാം കൊച്ച് ഒറ്റയടിക്ക് എന്തോ ഒരു ഞെട്ടുന്ന പോലെ വെള്ള കാര്യത്തിൽ ഇങ്ങനെ ഞെട്ടുകയാണ്. ഞെട്ടിയ സമയത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് പിന്നെയും അവളെ ആരോ വിളിക്കുന്നു. ഇങ്ങനെ വിളിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആരാ എന്നൊന്നും അറിയത്തില്ല. നമുക്കറിയാം ഹൂ കുഡ് ഇറ്റ് ബി, മേ ബി ഗോഡ്, ദൈവം വല്ലതും ചിലപ്പോൾ അവളെ പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഹാഗർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻഡ് വാസ്, അവളൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഡെസേർട്ടിൻ്റെ നടുവിൽ ഒരു സ്പ്രിങ്, ഒരു അരുവി, ഒരു സ്പ്രിങ് ഇങ്ങനെ ഗഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് എ വെരി പ്ലീസിങ് സീൻ, വെരി പ്ലീസിങ് ബിക്കോസ് ഷീ നൗ നോസ് ദ വാല്യൂ ഓഫ് വാട്ടർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫോൺ കേടായെന്ന് വെച്ചു, നമ്മളുടെ സ്വന്തം ഫോൺ കേടായ സമയത്ത് വി ആർ നോട്ട് ഹാവിങ് ഫോൺ ഫോർ 2 to 3 days അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തേക്ക് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഫോണില്ല എന്ന് പറഞ്ഞാൽ വേറൊരു ഫോണേ ഇല്ല, നമുക്ക് വേറെ ഒരു ഇതുമില്ല, നമുക്ക് ഫോണില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 5-6 ദിവസം കഴിഞ്ഞ് ഫോൺ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു 2 ദിവസത്തേക്ക് ഹാഗറിന് വെള്ളം കിട്ടാതെ, ഇഷ്മായിലിന് വെള്ളം കിട്ടാതെ ഇരുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിൻ്റെ മൂല്യമാണ് അവിടെ മനസ്സിലായത്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ കൊണ്ട് ഇവൾ ഓടി ആ ഒരു സ്പ്രിങ്, ആ ഒരു വെള്ളത്തിൻ്റെ അരികെ എത്തിയ സമയത്തേക്ക് ഇവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭയങ്കര നിലവിളിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ പോവുകയാണ്. എന്നിട്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് 2-3 തവണ ആ ഒരു വെള്ളത്തിൽ മുക്കിയെടുത്തു എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ഉന്മേഷത്തിന് വേണ്ടി ഇവൾ മുക്കിയെടുത്ത് പിന്നെ കൊച്ചിൻ്റെ വായിലോട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവൾ മുങ്ങി കുളിച്ചു. അതിനുശേഷം ഇവൾ ആ സ്ട്രീമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കിയ സമയത്ത് എന്താണ് ആ ഒരു ഉൾവിളി അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, ആ ഒരു മെസ്സഞ്ചർ ഓഫ് ഗോഡായിട്ട് അവിടെ വന്നത് ഒരു ബേർഡാണ്. ഒരു ബേർഡിൻ്റെ ഒരു കരച്ചിൽ കേട്ടിട്ടാണ് ഇവൾ അങ്ങോട്ട് പോയത് എന്നാണ് പറയുന്നത്. സോ എ ബേർഡ് ഹാസ് റിവീൽഡ് എ വാട്ടർ സ്പ്രിങ് ആൻഡ് ദാറ്റ്
become elixir of life for her. And അതിൻ്റെ ചുറ്റിനും കുറേ ആൾക്കാർ വരുന്നുണ്ട്. സ്പ്രിംഗ് ആണ്, ഡെസേർട്ടിൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളമില്ലാതെ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ ലേക്ക് അല്ല സ്പ്രിങ്ങിൻ്റെ സൈഡിൽ കുറേ ആൾക്കാർ വന്ന സമയത്തേക്ക് അവർ വന്ന് ചോദിക്കുന്നുണ്ട് ഹാഗറിനോട്, ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാഗർ യെസ് കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ട്രൈബ് അപ്പോൾ ബാക്കിയുള്ള ട്രൈബ്സ് പീപ്പിളാണ് ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു ബാങ്കിന് അടുത്ത് സെറ്റിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹാഗർ സേസ് എ വെരി പ്രൊമിനൻറ്റ് ഡയലോഗ്. ദാറ്റ് ഈസ് 132 പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ ആൻസറുമാണ്. ഹാഗർ പറയുന്നത്, എനിക്ക് വെള്ളത്തിൻ്റെ മൂല്യം വളരെയധികം വ്യക്തമായി അറിയാവുന്ന ഒരു ആളാണ്. ഞാനാണ് ഈ വെള്ളത്തിൻ്റെ കെയർ ടേക്കർ. ഞാൻ ഇതിനെ ഗാർഡ് ചെയ്യും, ഞാൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ ഇതിൻ്റെ അമ്മയാണ്. എൻ്റെ ആദ്യം ജനിച്ച മകനെ പോലെ ഞാൻ ഈ വെള്ളത്തെ കാക്കും. ദ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് ദ വാല്യൂ ഓഫ് ദ ലൈഫ് ഓഫ് മൈ ഫസ്റ്റ് ബോൺ. ഈ ഓരോ തുള്ളി വെള്ളത്തിനും എൻ്റെ ആദ്യം ജനിച്ച മകൻ്റെ വാല്യൂ ആണ്, ആ ഒരു മൂല്യമാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ്, നിങ്ങൾക്കിത് വെള്ളം പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ആവും. പക്ഷേങ്കിൽ നിങ്ങളതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വെള്ളത്തെ പാഴാക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും ഇവിടുത്തെ പാഴാക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒറ്റൊരു ഡ്രോപ്പ് വെള്ളത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് അറിയത്തില്ല. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി ഒരിക്കലും ഒരു തുള്ളി വെള്ളം ഒരിക്കലും ആരും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഐ വോണ്ട് അലോ ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷീ സേസ് ദാറ്റ് the water you shall have but only if you agree to the covenant. ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരികയുള്ളൂ, കാരണം ഞാനാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയാണ്, ഞാനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞ് ഇവർ പറയുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഫ്രഷ് വാട്ടർ കിട്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്, അവർ യൂസ്ലെസ് ആയിട്ട് അതിനെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഹാഗർ പറയുകയാണ്, ഒരു തുള്ളി വെള്ളം പോലും കളയാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് അവർക്ക് മാത്രമല്ല ആ ഒരു ഫുൾ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു നൊമാഡ്സ്, ആ ഒരു ട്രൈബ് പീപ്പിൾ എഗ്രീസ് ബിക്കോസ് ദേ വെർ സോ ഡെസ്പറേറ്റ് ഫോർ വാട്ടർ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ്, ഞങ്ങൾ നിങ്ങളെ ഈ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ കെയർ ടേക്കർ ഓഫ് ദ വാട്ടർ ആയിട്ട് അംഗീകരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഗ്യാദർ ചെയ്യാം, ഞങ്ങളെപ്പോഴും നിങ്ങളെ പരിപാലിക്കാം, നിങ്ങളുടെ മകനെയും ഫുഡ് തന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളൊരു വാക്ക് ഈ ഒരു ട്രൈബൽ പീപ്പിളിൻ്റെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ദേ ഓൾ കെയിം ആൻഡ് ബേസ്ഡ് ആൻഡ് ഡ്രാങ്ക് ദ വാട്ടർ. അവർ വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ അവർ അതിനകത്ത് കുളിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് we are coming to the end of the story. So we can see that Hagar knew they can cultivate vegetables because അവിടെ വെള്ളം ഉണ്ടായിരുന്നു. സോ ദേ ക്യാൻ ഈസിലി കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് നിയർ ദ ലേക്ക്. ആൻഡ് ഓൾസോ അതിനുശേഷം അവർക്ക് ഹാർവസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഹാർവസ്റ്റിന് ശേഷം കുറേ ആൾക്കാർ അവിടെ വന്ന് താമസിച്ചു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി ഹെൽഡ് ദാറ്റ് മുസ്ലിംസ് ഹാവ് ഡിസെൻഡഡ് ഫ്രം ഇഷ്മായിൽ ആൻഡ് ഹാഗർ ഈസ് ഹെൽഡ് ഹൈ എസ്റ്റീം ബൈ ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ആൻഡ് പേജ് നമ്പർ 133 അത് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ചാപ്റ്റർ ഹാഗർ. ആൻഡ് സം ക്വസ്റ്റ്യൻസ് ആർ ദെയർ ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു ആൻസർ ബിക്കോസ് ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. So I hope this lesson is clear to you. Thank you so much for hearing. If you have any doubts, you can ask me. Thank you again.